9 വർഷമായി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. LDF ഭരണ തുടർച്ച നേടിയ ശേഷം രണ്ടാം സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷം നടക്കുകയാണ്. വികസന ക്ഷേമ മേഖലകളിലെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് വാർഷികാഘോഷം നടത്തുന്നത് തന്നെ. ഇത് ചില മാധ്യമങ്ങളെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. അധാർമികമായ എന്തോ കാര്യമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്നും അനാവശ്യമായി പണം ചെലവഴിക്കുന്നു എന്നും ആരോപിച്ച് ഇക്കൂട്ടർ രോഷം കൊള്ളുകയാണ്. UDF നേതാക്കളും പതിവ് പോലെ മാധ്യമ പ്രചാരണം ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സംസ്ഥാന സർക്കാർ ആദ്യമായാണ് വാർഷികാഘോഷം നടത്തുന്നത് എന്നുള്ള പച്ചക്കള്ളം പറയുന്നവരുമുണ്ട്. ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചല്ല, ഭരണകക്ഷിയുടെ ചെലവിലാണ് വാർഷികാഘോഷം നടത്തേണ്ടത് എന്നുള്ള വിവരക്കേട് ചിലർ എഴുന്നള്ളിക്കുന്നുമുണ്ട്. മോദി സർക്കാർ വാർഷികാഘോഷം നടത്തുമ്പോൾ യജമാന സേവ നടത്തിയവരും മിണ്ടാതിരുന്നവരും ഇപ്പോൾ LDF സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്, ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. പഴയകാലം ഓർക്കാൻ ഇക്കൂട്ടരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. K കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച വർഷങ്ങൾ പ്രതിച്ഛായ ചർച്ചകൾ, നേതൃമാറ്റ മുറവിളികൾ, തിരുത്തൽവാദം, സ്പീഡ് വിവാദം, 5ാം മന്ത്രിസ്ഥാന തർക്കങ്ങൾ, കുറുമുന്നണി, ഹരിത MLA മാരുടെ പോർവിളി, ചീഫ് വിപ്പ് പദവി തർക്കം, സോളാർ, കോഴ വിവാദങ്ങൾ, സർവ്വരംഗത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എന്നിങ്ങനെ വാർഷികാഘോഷത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കാൻ പോലും പറ്റാതിരുന്ന ഒരു കാലമായിരുന്നു. 1991 അധികാരത്തിൽ വന്ന K കരുണാകരനെ തിരുത്തൽവാദികളും കപട ആദർശവാദികളും ചേർന്ന് 95 ഇറക്കി വിട്ടു. മനോരമ അടക്കം മാധ്യമങ്ങളും എല്ലാ കളിയും കളിച്ചു നോക്കി. ഡൽഹിയിൽ നിന്ന് AK ആന്റണി പറന്നു വന്ന് മുഖ്യമന്ത്രിയായി. ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര മന്ത്രിസ്ഥാനം രാജിവെച്ച് തൊഴിലില്ലാതെ ഇരിക്കുകയായിരുന്നു AK ആന്റണി. പിന്നീട് 2001 വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന AK ആന്റണിക്ക് കോൺഗ്രസുകാരും ഘടകകക്ഷികളും സ്വൈര്യം നൽകിയില്ല. ഐസ്ക്രീം കേസിലും വെളിപ്പെടുത്തലുകളിലും UDF ആടി ഉലയുക തന്നെയായിരുന്നു. ആന്റണി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന വഴി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലിച്ചില്ല. 2004 രാജിവെച്ച് ഒഴിയുകയും ഉമ്മൻചാണ്ടി അധികാരത്തിലേറുകയും ചെയ്തു. 2006 UDF ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. 2011 കഷ്ടിച്ച് ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് അധികാരം നിലനിർത്തുക മാത്രമായിരുന്നു ലക്ഷ്യം. സോളാറും ബാർക്കോഴയും ഭൂമിദാനങ്ങളും കത്തിപ്പടരുകയായിരുന്നു. മന്ത്രിമാർ മത്സരിച്ച് നടത്തിയ അഴിമതി UDF-ന്റെ തകർച്ചയ്ക്ക് തന്നെയായിരുന്നു കാരണം. ആ പതനത്തിൽ നിന്ന് കരകയറാൻ UDF-ന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ എത്ര ശ്രമിച്ചാലും UDF-നെ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണുള്ളത്. LDF സർക്കാർ വാർഷികം ആഘോഷിക്കുമ്പോൾ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും വെപ്രാളം വരുന്നത് അതിനാൽ സ്വാഭാവികം തന്നെയാണ്. DCC ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പോലും ഫോട്ടോയിൽ കയറിക്കൂടാൻ തമ്മിൽ തല്ലുന്നവരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങൾ ചോദിക്കുന്നത്.